ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോഹയിലെ അതിമനോഹരമായൊരു ലൊക്കേഷനിലേക്കാണ്. അങ്ങ് താഴെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? എന്നിട്ട് ഇങ്ങനെ കയറി പോകണം. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഈ ഒരു മല കയറി കഴിയുമ്പോൾ കാണുന്ന ഒരു വ്യൂ, നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഇത് ഫുവൈറത്ത് എന്ന് പറയുന്ന ബീച്ചാണ്. ദോഹയിൽ നിന്ന് വരുവാണെങ്കിൽ അൽഗരിയയ്ക്ക് മുമ്പ് ഫുവൈറത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിയാം. അങ്ങനെ ഈ മല കയറി നമുക്ക് പോകാം. അപ്പോൾ എന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. സൂപ്പർ, അടിപൊളി വ്യൂ അല്ലേ? നമ്മൾ കാറിലാണ് വരുന്നതെങ്കിൽ വണ്ടി നമുക്ക് ഈ മലകളുടെ ആ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് കയറി വരണം. ഈ മലയുടെ അപ്പുറം നല്ല നീലക്കടലാണ്. വീണ്ടും നമ്മൾ ഇവിടുന്ന് ഈ പാറപ്പുറത്തൂടെ നടന്ന് നമുക്ക് കടലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി ചെല്ലാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ദോഹയിലാണെങ്കിൽ ഈ ഒരു അവധിക്കാലത്ത് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഫുവൈറത്ത് ബീച്ച്. പിന്നെ നമുക്കിവിടെ കാണാനൊക്കെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ടെറൈൻ തന്നെയാണ്. ആ ഭാഗം മുഴുവൻ മരുഭൂമി പോലെ കിടക്കുകയാണ്. അതിനിപ്പുറത്ത് പാറകൾ നിറഞ്ഞ മൗണ്ടനാണ്. അതും കടന്ന് പോയി കഴിഞ്ഞാൽ നല്ല നീല കടൽ കാണാം. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജെറ്റ് സ്കീ ഒക്കെ ഓടിച്ച് കളിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. അതൊരു വല്ലാത്തൊരു പ്രകടനം തന്നെയാണ്. ഇവരുടെ കൂടെ ഒരു വലിയ ബോട്ട് പോകുന്നുണ്ട്. ആ ഒരു ബോട്ട് തിരമാലകൾ ഉണ്ടാക്കുന്നു. അതിൽ മറ്റേ ജെറ്റ് സ്കീ ഒക്കെ ചാടി കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബോട്ട് കൂടെ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗം. ഇവിടെ പാറകളൊക്കെ വിണ്ട് കയറിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഷാർപ്പ് എഡ്ജായിട്ടുള്ള പാറയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലിരിക്കട്ടെ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ കാണുന്ന ഭാഗം പോലെയല്ല. ഇവിടുന്ന് കുറച്ച് അങ്ങേ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ബീച്ചുണ്ട്. ആ ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് അവിടെ ഇറങ്ങി വളരെയേറെ വിനോദങ്ങൾക്ക് ഏർപ്പെടാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം കേട്ടോ.